നമസ്കാരം. എൻ്റെ പേര് ദൃശ്യ സുനിൽ. കായംകുളം NRPM ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ജൂലൈ 22, നാഷണൽ ഫ്ലാഗ് ഡേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉപയോഗിച്ചിരുന്ന പതാകയിൽ വിവിധ പരിണാമങ്ങൾ വരുത്തിയതിനു ശേഷം സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കപ്പെട്ടു തുടങ്ങിയതാണ് ത്രിവർണ പതാക എന്ന് അറിയപ്പെടുന്ന ഇന്ത്യയുടെ ദേശീയ പതാക. സ്വയംഭരണ ഇന്ത്യയുടെ ദേശീയ പതാകയെ 1947 ഓഗസ്റ്റ് 15 മുതൽ 1950 ജനുവരി 26 വരെയും അതിനുശേഷം സ്വതന്ത്ര ഇന്ത്യയുടെയും ദേശീയ പതാകയായി ഈ പതാക മാറി. ഇന്ത്യയിൽ ഈ പതാക ത്രിവർണ പതാക എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പതാകയിൽ തിരശ്ചീനമായി മുകളിൽ കേസരി, കുങ്കുമ നിറം, നടുക്ക് വെള്ളയും താഴെ പച്ചയും നിറങ്ങളാണ് ഉള്ളത്. മധ്യത്തിലായി നാവിക നീല നിറമുള്ള 24 ആരങ്ങളുള്ള അശോക ചക്രവും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. കുങ്കുമം ത്യാഗത്തെയും നിഷ്പക്ഷതയെയും സൂചിപ്പിക്കുന്നു. നമ്മുടെ നേതാക്കന്മാർ ഐഹിക സമ്പത്ത് നേടുന്നതിൽ താൽപ്പര്യമില്ലാത്തവരാണെന്നും അവർ ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നവരാണെന്നും ഇത് സൂചിപ്പിക്കുന്നു. നടുക്കുള്ള വെള്ള നിറം നമ്മുടെ പ്രവൃത്തിയെ സത്യത്തിൻ്റെ പാതയിലൂടെ നയിക്കുന്ന വെളിച്ചത്തെ സൂചിപ്പിക്കുന്നു. പച്ചനിറം നമ്മുടെ ജീവിതം നിലനിർത്തുന്ന പ്രകൃതിയുമായി ഭൂമിയിലെ സസ്യലതാദികളുമായുള്ള ബന്ധത്തെയും സൂചിപ്പിക്കുന്നു. വെള്ള നാടയുടെ വീതിയുടെ 1/4 ഭാഗമാണ് അശോക ചക്രത്തിൻ്റെ വ്യാസം. പതാകയുടെ വീതിയുടെയും നീളത്തിൻ്റെയും അനുപാതം 2:3 ആണ്. ഈ പതാക ഇന്ത്യൻ കരസേനയുടെ യുദ്ധപതാകയും കൂടിയാണ്. ഇന്ത്യൻ കരസേനയുടെ ദിവസേനയുള്ള സേനാവിന്യാസത്തിനും ഈ പതാക ഉപയോഗിക്കും. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ ആണ്. പതാകയുടെ പ്രദർശനവും ഉപയോഗവും ഇന്ത്യൻ പതാക നിയമം ഉപയോഗിച്ച് കർശനമായി നടപ്പാക്കപ്പെടുന്നു.